സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്നുള്ളത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും സിറ്റിംഗ് എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷ്. ഇടതു സ്ഥാനാർത്ഥി അടൂർ MLA ചിറ്റയം ഗോപകുമാർ. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BDJSന്റെ ഉപാധ്യക്ഷൻ തഴവ സഹദേവൻ. അവർക്കൊപ്പമാണ് ഇന്നത്തെ യാത്ര. മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷിനൊപ്പമാണ് യാത്ര. ഞാനിപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലാണ്. ഇന്നത്തെ പര്യടനത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. MPയെ കാണാൻ നിരവധി ആളുകളാണ് ഓഫീസിലെത്തിയിട്ടുള്ളത്. തിരക്കിട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ കാണാനെത്തിയവരെ കണ്ടതിനു ശേഷം അദ്ദേഹം ഇന്നത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങുകയാണ്. MPയോട് തന്നെ ചോദിക്കാം, ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ പര്യടന പരിപാടിയാണ്. ഇന്ന് ഒരു ദിവസം പൂർണ്ണമായും പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ കടകമ്പോളങ്ങൾ കയറി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുക, അതുപോലെ തന്നെ വ്യക്തികളെ കാണുക, വിവിധ ദേവാലയങ്ങൾ സന്ദർശിക്കുക, വികാരിമാരെയും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലെ ഭരണസമിതി അംഗങ്ങളെ കാണുക, അതോടൊപ്പം കശുവണ്ടി ഫാക്ടറികൾ, പോകുന്ന വഴികളിലൊക്കെയുള്ള കശുവണ്ടി ഫാക്ടറികൾ, പ്രവർത്തിക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇന്ന്. അതുപോലെ തന്നെ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ വിവിധ കുറെ പഞ്ചായത്തുകൾ നേരത്തെ തീർത്തു പൂർത്തിയാക്കാനുള്ള അവശേഷിക്കുന്ന പഞ്ചായത്തുകളുടെ പര്യടന പരിപാടിയാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. വിജയവീഥി വീണ്ടും ഒരുക്കാം, കൊടിക്കുന്നിൽ സുരേഷിനെ തിരഞ്ഞെടുക്കാം. മാവേലിക്കരയാകെ മാറ്റിയെടുത്ത ദീർഘവീക്ഷണത്തിനൊട്ടു കൊടുക്കാം. വികസന നായകന് വോട്ട് കൊടുക്കാം. സുരേഷിന് വോട്ട് നൽകിടാം. രാവിലെ പട്ടാഴി ക്ഷേത്രത്തിൽ ദർശനം, അതിനുശേഷം പട്ടാഴി നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരും കടകമ്പോളങ്ങളും കയറിയിറങ്ങിയുള്ള വോട്ടഭ്യർത്ഥന, അതിനുശേഷം തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണം, ശേഷം തൊട്ടടുത്ത കശുവണ്ടി ഫാക്ടറിയിലെത്തി വോട്ടഭ്യർത്ഥിക്കുന്നു. താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് കശുവണ്ടി ഫാക്ടറി തൊഴിലാളികളോട് അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുന്നത്. UPA ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നപ്പോഴാണ് കശുവണ്ടി തൊഴിലാളികളുടെ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ 50-100 രൂപ പെൻഷൻ കിട്ടിയ കശുവണ്ടി തൊഴിലാളികൾക്ക് ഒറ്റയടിക്ക് 1000 രൂപയുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നത് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഇത്തവണ ഞങ്ങളത് 3000 രൂപയാക്കി തരണമെന്ന് നരേന്ദ്രമോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് 3000 രൂപയാക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഒരാളെന്ന നിലയിൽ ഇനിയും കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. അങ്ങനെ അധികാരത്തിൽ വന്നാൽ തൊഴിലാളികൾക്ക് വേണ്ടി കശുവണ്ടി ESI PFന്റെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും പെൻഷൻ കൂട്ടുകയും അതുപോലെ മറ്റ് സഹായങ്ങളെല്ലാം ചെയ്യും. നിങ്ങളെല്ലാവരും ഞങ്ങൾ എത്ര തീരാത്ത ഭർത്താവ് ഞാൻ വോട്ട് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. സാറ് വന്ന് നോക്കിയാൽ ഞങ്ങളുടെ വീട് സാറ് വന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സമ്മതിദായകൻ എന്റെ മനസ്സിനു സമ്മതിതൻ നീ നേതാവേ. ധർമ്മപഥത്തിൽ നിന്റെ കരുത്തിൻ കർമ്മജയമീ നാടാകെ, കർമ്മജയമീ നാടാകെ. 3 ജില്ലകളിലായി പരന്നുകിടക്കുന്ന വിശാലമായ മണ്ഡലമാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം.
ഈ മണ്ഡലത്തിൽ ഓടിയെത്തി പ്രചാരണം നടത്തുക എന്നത് തന്നെയാണ് ഏറ്റവും ശ്രമകരമായ ദൌത്യം. ആ ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷ ഇപ്പോൾ നമ്മുമായി പങ്കുവെക്കുന്നു. എന്താണ് വിജയപ്രതീക്ഷ? വിജയത്തിന്റെ കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കഴിഞ്ഞ 2 തവണ മത്സരിച്ച് എപ്പോൾ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നത്. അതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് മണ്ഡലത്തിൽ എവിടെയുള്ളത്. കേരളത്തിൽ മൊത്തത്തിലുള്ള UDF തരംഗം ഈ മണ്ഡലത്തിലും എവിടെയും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് ഇപ്പോൾ UDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നിയോജകമണ്ഡലത്തിലെ ലോക്സഭാ അംഗത്തിലെ മുക്കിലും മൂലയിലും ഓടിയെത്തിയ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ തൂണിലും തുരമ്പിലും MP എന്ന നിലയിൽ ഞാനുണ്ട്. ജനങ്ങൾക്ക് എപ്പോഴും പ്രാപ്യമായ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് എന്നെ കാണുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ അവിടെ ഓടിയെത്തും. ഏത് വിശേഷങ്ങളുണ്ടായാലും ഞാൻ അതിൽ പങ്കാളിയായിരിക്കും. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ എപ്പോഴും അവർക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജനകീയമായ പ്രവർത്തനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 3 ജില്ലകളിലാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി വളരെയേറെ പ്രയാസമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ ജനങ്ങളെ കാണുന്ന കാര്യത്തിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജനപ്രതിയായിരുന്നേക്കാൾ കൂടുതൽ ജനകീയമായ പ്രവർത്തനത്തിലൂടെയാണ് മാവേലി ലോക്സഭാ മണ്ഡലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടിക്കുന്നിൽ ജനനായകനായ കൊടിക്കുന്നിൽ സാരഥിയായ കൊടിക്കുന്നിൽ ജനനായകനായ കൊടിക്കുന്നിൽ മാവേലിക്കരയാകെ വികസന മാതൃക തീർത്ത കൊടിക്കുന്നിൽ മാവേലിക്കരയാകെ വികസന മാതൃക തീർത്ത കൊടിക്കുന്നിൽ 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 കൊടിക്കുന്നിൽ. സ്വരത്തിൽ മാവേലിക്കര നിന്നിൽ കൂടി ഗർജിച്ചു ധീരം നിന്നുടെ കൈകളുയർന്നു വാഗ്ദാനങ്ങൾ പാലിച്ചു എത്ര മനുഷ്യർ കണ്ട കിനാവുകൾ എത്ര എളുപ്പം സാധിച്ചു ഞങ്ങൾ ശീലിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ മോഡി സർക്കാരിന്റെ ഭരണവും 2 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ഭരണവും കശുവണ്ടി തൊഴിലാളികൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാക്കിയിട്ടില്ല. UPA ഗവൺമെന്റ് കാലത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് ഫലപ്രദമായി ഇടപെട്ട് പരിഹരിക്കാൻ ഞാൻ കഴിയുമായിരുന്നു. അന്ന് UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ നാടൻ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി ഉണ്ടായിരുന്നില്ല. UPA ഗവൺമെന്റ് ഭരിക്കുമ്പോൾ മറ്റ് ESI ആനുകൂല്യങ്ങളും PF ആനുകൂല്യങ്ങളും PF കശുവണ്ടി തൊഴിലാളികൾക്കും മറ്റ് തൊഴിലാളികൾക്കും പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ വെറും 50-100 രൂപ ലഭിച്ച് ഞങ്ങൾ 1000 രൂപയായി ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വർദ്ധിപ്പിച്ചത്. നമുക്കറിയാം, ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരാണ് കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം കൂലി വർദ്ധിപ്പിച്ചത്. പക്ഷേ ഈ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ ആ മിനിമം കൂലി നടപ്പാക്കാതെ മുതലാളിമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഈ മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന മേഖലയാണ് അതിൽ കുട്ടനാട്. ഈ മണ്ഡലത്തിലാണ് കുട്ടനാട് പാക്കേജിന് പകരം ഇപ്പോൾ 2ാം കുട്ടനാട് പാക്കേജ് സംസ്ഥാന ഗവൺമെന്റ് 50% കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞു, 50% സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണമെന്ന് പറഞ്ഞ പദ്ധതിയാണ് 400 പാടശേഖരങ്ങളുടെ പുറംവണ്ടുന്ന 2ാം ഘട്ടം. ആ 2ാം ഘട്ടം നടപ്പാക്കാൻ കഴിയാതെ പോയെന്ന് ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റാണ്. കാരണം 50% മൊത്തം ഫണ്ടിന്റെ 50% അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കാൻ സാമ്പത്തിക ശേഷിയില്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അത് മാറ്റിവെച്ചത്. ആ ധനകാര്യമന്ത്രിയാണ് ഇപ്പോൾ പറയുന്നത് 2ാം കുട്ടനാട് പാക്കേജ് എന്ന് പറഞ്ഞ് 1000 കോടി അനുവദിച്ചിരിക്കുന്നു. 1000 കോടിയിൽ പറയുന്നത് പാടശേഖരങ്ങളുടെ ഫണ്ട് നിർമ്മാണം പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മഴവീഴ്ച ഉണ്ടാകാതിരിക്കാനും കൃഷിനാശം ഉണ്ടായിരിക്കാനും പാടങ്ങൾ വെള്ളത്തിനടിയിൽ പോകാതിരിക്കാൻ ഫണ്ടുകൾ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഫണ്ട് വെച്ചിട്ടില്ല. വീണ്ടും കൊടിക്കുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുക്കാം. മാവേലിക്കരയാകെ മാറ്റിയെടുത്ത ദീർഘവീക്ഷണത്തിനൊട്ടു കൊടുക്കാം. വികസന നായകന് വോട്ട് കൊടുക്കാം. വോട്ടു
നൽകിടാം, നമുക്കോട്ടു നൽകിടാം. കൊടിക്കുന്നിൽ സുരേഷിന് വോട്ടു നൽകിടാം, വോട്ടു നൽകിടാം, നമുക്കോട്ടു നൽകിടാം. കൊടിക്കുന്നിൽ സുരേഷിന് വോട്ടു നൽകിടാം.